2002 വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഊമപ്പെണ്ണിനെ ഉരിയാടാപ്പയ്യൻ. ജയസൂര്യ, ഇന്ദ്രജിത്ത്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇന്ദ്രജിത്തിനെയും ജയസൂര്യയും സിനിമാ ലോകം ശ്രദ്ധിക്കപ്പെടാൻ ഉണ്ടായ കാരണം ഈ ചിത്രം കൂടിയാണ്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ചില സംഭവങ്ങൾ ഉണ്ടായി. അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് സംവിധായകനും സുഹൃത്തുമായ ജിസ് ജോയി. ജയസൂര്യയുടെയും ഇന്ദ്രജിത്തിന്റെയും അടുത്ത സുഹൃത്താണ് ജിസ്. മൂവരും കൊച്ചിയിലെത്തി സമയം ചെലവഴിക്കുമ്പോൾ ഒരു കൈനോട്ടക്കാരി അടുത്തെത്തുകയും അവർ ഇന്ദ്രജിത്തിനോടും ജയസൂര്യയോടും പറഞ്ഞ കാര്യങ്ങളാണ് ജിസ് തുറന്നു പറയുന്നത്. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് ഷൂട്ടിംഗ് ഒന്നും ഇല്ലാതിരിക്കുന്ന ദിവസം ജയസൂര്യയും ഇന്ദ്രജിത്തും ജിസിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാലിയോ കാറിലാണ് അവർ വന്നത്. അത് പുതിയ കാറായിരുന്നു. അതിന് നമ്പരൊന്നും കിട്ടിയിട്ടില്ല. അവർ മൂവരും കൂടി എറണാകുളത്തേക്ക് പോയി. ആ സമയത്തെ ലുലു മാൾ ഒന്നും തുടങ്ങിയിട്ടില്ല. അവർക്കൊക്കെ ആകെ പോയി ഇരിക്കാനുള്ള ഒരു സ്ഥലം GCD ആണ്. അവിടെ കായലിലേക്ക് നോക്കി ഇരിക്കാം. അന്ന് പോകാനുള്ള ഒരു സ്ഥലം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മൂവരും ഒരുമിച്ച് അവിടെ എത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ജിസിന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഒരു കാര്യം ഇതാണ്: ഇത്രയും വലിയ ഒരു നടന്റെ മകനെ അടുത്ത് പരിചയപ്പെടാൻ സാധിക്കുന്നു. ആ ഒരു സന്തോഷമെല്ലാം ആ സമയത്തുണ്ടായിരുന്നു. ജയൻ ആ സമയത്തെ ഇന്ദ്രജിത്തിന്റെ സഹപ്രവർത്തകനായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്തെ ഒരു സ്ത്രീ തത്തയൊക്കെ പിടിച്ച് കൈ നോക്കാൻ വേണ്ടി അവരുടെ അടുത്ത് വന്നു. ഒരു 67-68 വയസ്സുള്ള സ്ത്രീയാണ് അവരുടെ അടുത്തേക്ക് വന്നത്. പിന്നെ സമയം കളയാനില്ലാത്തത് കൊണ്ട് എന്നാൽ ഒന്ന് കൈ നോക്കിക്കളയാം എന്നവർ വിചാരിച്ചു. ഇതോടെ ജയസൂര്യ ആദ്യം കൈ കാണിക്കുന്നു. ജയസൂര്യയുടെ മുഖത്തേക്ക് നോക്കി കലാകാരനാണ്, കലാരംഗത്ത് വലിയ ആളാവും എന്ന് പറഞ്ഞു. അന്ന് ജയസൂര്യ എപ്പോഴും മൂകാംബിക കുങ്കുമം തൊടാറുണ്ട്. അപ്പോൾ അവനെ കണ്ടാൽ ഒരു കലാകാരൻ ലുക്കുമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമായി ജയസൂര്യയ്ക്ക്. അത് കഴിഞ്ഞ് ഇന്ദ്രജിത്തിന്റെ കൈ നോക്കി. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഗായകനാണ്, കലാകാരനാണ്. കുറച്ചു കഴിഞ്ഞ് ആ സ്ത്രീ കൈയുടെ ഒരു ഭാഗത്ത് തൊട്ട് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം ചോദിച്ചു. കുഞ്ഞിന്റെ അച്ഛൻ രാജ്യം ഭരിക്കേണ്ട ആളാണ്, ഒത്തിരി പ്രജകൾ ഉണ്ടാകേണ്ട ആളാണ്, ആ പ്രജകളെ ഭരിക്കേണ്ട ആളാണ്, അത്രയും പേർ ആരാധിക്കേണ്ട ആളാണ്. ഞങ്ങൾ ഇത് വളരെ കൗതുകത്തോടെ കേട്ടുനിന്നു. ഇന്നും ആ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ആരാണ് മോന്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജിത്തിന്റെ കണ്ണു നിറഞ്ഞു. എൻ്റെ അച്ഛൻ സിനിമാ നടനായിരുന്നു, പേര് സുകുമാരൻ. ഇത് കേട്ടതോടെ ആ സ്ത്രീ സുകുമാരന്റെ മകനാണോ എന്ന് ചോദിച്ചു. അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി എന്ന് പറഞ്ഞു. ഇത് വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നുവെന്നും ജിസ് പറയുന്നു.